അലൈക്കും. സിനാൻ ഗാനം 1ാം ക്ലാസ്. മീലാദ് ഷരീഫ് കമ്മിറ്റി ഭാരവാഹികൾ ഇങ്ങോട്ട് മുന്നിലേക്ക് വരണം. SSLC ആയിഷ ഇവ, ആര്യ കൃഷ്ണ, ദിൽഷ, ലൈജി, മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് അനസ്, ജംഷീർ, റോഷൻ, അബ്ദുൽ ബാസിദ് ഇവരാണ് SSLC എഴുതിയത്. അതിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ ആയിഷ ഹിബ, ആര്യ കൃഷ്ണ, ദിൽഷ. +2 വിദ്യാർത്ഥികൾ സാലിഹ, പ്രശോഭ്, ഷബാന, അൻസിബ. ഇവരിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ സാലിഹ. അസ്സലാമു അലൈക്കും. അംബരലിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടദാനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അംബരലിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടദാനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. തിങ്കളായുദിച്ചതിലെ തിങ്കളിൽ പിറവിലെ, തിങ്കളായി ഇച്ചവിലെ തിങ്കൾ പിറന്നവിലെ, തങ്ങ ശോഭി സിലാം തന്ന ഹബീബ്, തന്ന ഹബീബ്. അംബരലിന്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടദാനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. തിങ്കളായുദിച്ചവിലെ തിങ്കളിൽ പിറന്നവിലെ, തങ്ങ ശോഭി സിലാം തന്ന ഹബീബ്, തന്ന ഹബീബ്. എന്നിലിഷ്ടമേകിയത് തന്നലായി തലോടിയ, എന്നിലിഷ്ടമേകിയതു തന്നലായി തലോടിയത്, വെണ്ണില പദം വച്ച എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അംബരലിന്റെ മണം, അമ്പിളി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടദാനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. ഓനെന്ന് നല്ല പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. പാടാനായിട്ട് എത്തി. അല്ലാഹു തആല ശിഫയായി കൊടുക്കട്ടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കഫം കിട്ടും, പനിയൊക്കെയാണ്. അല്ലാഹു എല്ലാം നിലക്കും ശിഫയായി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ആമീർ, അമീൻ 1ാം ക്ലാസ് ഗാനം. ഈ SSLC വിദ്യാർത്ഥികൾ, ഞാൻ ഈ പേര് വെച്ച വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കണം കേട്ടോ. ഈ 2 പാട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള ട്രോഫി വിതരണം. ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ലായുമിനു ആദം ബില്ല, ലായുമിനു ആദം ബില്ല, ഇല്ല ബിഹുബ്ബി റസൂലില്ല, ഇല്ല ബിഹുബ്ബി റസൂലില്ല. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. എന്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ, എന്റെ പ്രേമഗാനം കേൾക്കുക
ഹബീബ് കൽവിലുള്ളൊരാശ നിറയുന്ന നേശം കതിരൊളി തോഹാവേ കൽവിലുള്ളൊരാശ നിറയുന്ന നേശം കതിരൊളി തോഹാവേ പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലങ്ങാമുകനോ നബിയെ പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലങ്ങാമുകനോ നബിയെ അങ്ങേക്കൊരായിരം സമ്മാനങ്ങൾ അങ്ങിലേക്ക് ഒരായിരം സമ്മാനം അങ്ങിലേക്ക് ഉപ്പ ഉമ്മ അതിലൂടെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലാ യുമിനു അഹദും ബില്ലാഹ് ലാ യുമിനു അഹദും ബില്ലാഹ് ലാ യുബ്ബി റസൂലില്ലാഹ് ലാ യുബ്ബി റസൂലില്ലാഹ് ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. അസ്സലാമു അലൈക്കും. സ്വാലിഹ പ്രസൂദ് ഷബാന അൻസിഫ +2 വിദ്യാർത്ഥികൾ അവരിൽ സമ്മാനം വാങ്ങാൻ വേണ്ടി കൊണ്ട് നമ്മുടെ ട്രോഫി വാങ്ങാൻ വേണ്ടി കൊണ്ട് വരേണ്ടതാവും. സ്വാലിഹ പ്രസൂദ് ഷബാന അൻസിഫ വന്നിട്ടില്ലേ? ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്വാലിഹ സ്വയം വന്നില്ലേ? ഇവിടെ ശ്രദ്ധില്ലേ? ഇവിടെ പിന്നെ സുലൈമാനിക്ക് അവിടെ സുലൈമാനിക്ക സുലൈമാൻ ഹനീഫ നിങ്ങൾ പോയോ? ഞാൻ മാസം അറിയില്ലാട്ടോ. സ്വാലിഹ അമീനാഥ കമ്മിറ്റിക്കാർക്ക് പേര് പേര് നമ്മൾ സമയങ്ങളെ കൈകൊണ്ടിട്ടാണ്. ഇത് നല്ലൊരു പരിപാടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ SSLC എഴുതിയ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ കൊടുക്കുന്നത് തുടങ്ങിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ സ്വാലിഹ ഒന്നോ സ്വാലിഹ പറ്റിയോ പകരം അപ്പൊ അത് അങ്ങോട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ പ്രസൂബിന് മറ്റേ ഷബാന ഷബാന അതുപോലെ അൻസിഫ അൻസിഫ ആരാണ്? അഫ്സലിന്റെ ആരില്ലേ? അഫ്സൽ വന്നിട്ടില്ലേ? ട്രോഫി വാങ്ങാനെങ്കിൽ ആൾക്കാർ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ. പിന്നെ ഇനി സ്വാലിഹ എന്ന് പറഞ്ഞ പെൺകുട്ടി SSLCയിലും എല്ലാ വിഷയത്തിലും A+ നേടിയ കുട്ടിയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ +2ലും എല്ലാ വിഷയത്തിലും A+ നേടിയിട്ടുണ്ട്. ആ A+ നേടിയ കുട്ടിക്ക് ഒരു പിന്നെ ആ A+ നേടി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ ട്രോഫി നൽകുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുട്ടിക്ക് വേണ്ടപ്പെട്ട ആളെ ക്ഷണിക്കുന്നു. സ്വാലിഹക്ക് വേണ്ട ഒന്നാച്ചല്ലേ?
ദേവസ്ഥാനം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. കൈയടിക്കരുത്. കൈയടിക്കുക എന്നുള്ളത് ഇസ്ലാമികപരമായിക്കൊണ്ട് ഷാഫി മതത്തിൽ ഹറാമാണെന്നും ഹനഫി മതത്തിൽ കറാഹത്താണെന്നും ആയിഷ ഹിബ മീനാദ് ശരീഫ് കമ്മിറ്റിയെ കൊണ്ട് അല്ലാഹു അക്ബർ. ആര്യ കൃഷ്ണ വന്നിട്ടില്ലേ? ദിൽഷ വന്നിട്ടില്ല. ലൈജി വന്നിട്ടില്ല. മുഹമ്മദ് ഫായിസ് സന്യാസിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥി ക്ഷണിക്കുന്നു. പിന്നെ മുഹമ്മദ് അനസ് ഫൈസൽ കൊടുത്തു. പിന്നെ ജംഷീർ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെ കൊടുക്കുന്നതിന് വേണ്ടി റോഷൻ അബ്ദുൽ ബാസിൽ അത് മഹല്ലിൽ പ്രസവം റസാഖ് ഭായി കൊടുക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. ഇനി എല്ലാ വിഷയത്തിലും A+ നേടിയ SSLC എല്ലാ വിഷയത്തിലും A+ നേടിയ ആയിഷ ഹിബ ആര്യ കൃഷ്ണ വന്നിട്ടില്ല. ദിൽഷ വന്നിട്ടില്ല. അടുത്തത് ഗാനം. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട്. അതൊക്കെ ഇടയിൽ കൂടി നടക്കും ഇൻഷാ അല്ലാഹ്. ഗാനത്തിന് വേണ്ടി അഫിലാഹി 1ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. മുത്തിലും മുത്താണ് മുത്ത് നബി, സത്തിലും സത്താഹ നബി, പത്തര മാറ്റിന്റെ സ്വർണ്ണക്കാരി തൊമയാന്റെ പൊന്ന് ഹബി, മക്കത്ത് പൂത്ത പൂമുല്ലയാണ്, മത്തത്ത് ജീവൻ ലഭിച്ചവരാണ്, ഹക്കിന്റെ പാതയിൽ നിന്നവരാണ്, ഒക്കെ റബ്ബി സുഹൃത്താണ്. അബ്ദുള്ള എന്നൊരാ മുത്തിനുപ്പ, ആമിന ബീവി മുത്തിനുമ്മ, അൽ ആമിനായി വളർന്നവരാ, പറയണം അതേ റസൂൽ. അസ്സലാമു അലൈക്കും. സിനാൻ കാദ 1ാം ക്ലാസ്. റോഷൻ ട്രോഫി കൊടുക്കുന്നതിന് വേണ്ടി
ശിവനെയും ഏറ്റുവാങ്ങുന്നതിനെയും അസ്സലാമുഅലൈക്കും. അനുരീതമായ സുദിനത്തിൽ ഞാൻ നിങ്ങളോട് രണ്ടാമത് സംസാരിക്കുന്നത് ഒരുപാട് തീപിടിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നബിയാരാണ്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹു നബിയുടെ ഉപ്പാന്റെ പേര് അബ്ദുള്ള, നബിയുടെ ഉമ്മാന്റെ പേര് ആമിന ബീവി. ഖുർആൻ ശരിക്ക് ഓതാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്ര പറഞ്ഞ കുട്ടി പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് ഇയാസ് 2ാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. നബിയേ നബിയേ മുജ്തബി നബിയേ 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 മുജ്തബി നബിയേ നബിയേ ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തേരിലേറ ഇടനെഞ്ചിൽ ചേർത്ത് പാടാം ഇതിഹാസത്തേരിലേറ നബിയേ നബിയേ മുജ്തബി നബിയേ നബിയേ ഇരുഗുരു താരകാരിയാരിനോളി തികവുള്ളൊരാദരം വാരികാണിച്ചോളി ആ മരച്ചോട്ടിൽ തണലേ തണലേ ആ മലത്തോപ്പിൽ അഴകേ അഴകേ മാണിക്കക്കല്ലാണ് മന്ദാരപ്പൂവാണ് മാണിക്കക്കല്ലാണ് മന്ദാരപ്പൂവാണ് പാടാം പാടാം അവതാരങ്ങൾ പാടാം നബിയേ നബിയേ മുജ്തബി നബിയേ നബിയേ മദീനത്തെ മരവരഞ്ഞോളി മുഹബത്തി പൂവിന്റെ പൊരുളറിഞ്ഞോളി ആരംഭത്വാ പ്രിയരേ പ്രിയരേ ആദര കമരേ കമരേ മണിമുത്തുളിമാല മധുരത്തെ കുഞ്ചോല മധുരിമുത്തുളിമാല മധുരത്തെ കുഞ്ചോല പാടാം പാടാം അവതാരങ്ങൾ പാടാം നബിയേ നബിയേ മുജ്തബി നബിയേ 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 മുജ്തബി നബിയേ നബിയേ. അസ്സലാമു അലൈക്കും. നസീബ് 2ാം ക്ലാസ് ഗാനം. അതിന്റെ അടുത്തത് അൻഷിദ് 2ാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. സ്നേഹ റസൂൽ നിലാവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്താണ് മുത്തിലെ മുത്താണ്. സ്നേഹ റസൂൽ ആണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലെ മുത്താണ്. പഞ്ചാരക്കുണ്ടിലെ തന്മഴ പോലെ സ്നേഹമധുവാണ്. പള്ളി വിധാനത്തിൽ കേൾക്കുന്ന ഭാഗ്യം മുത്തിന്റെ പേരാണ്. പഞ്ചാരക്കുന്നിലെ തന്മഴ പോലെ സ്നേഹമധുവാണ്. പള്ളി വിധാനത്തിൽ കേൾക്കുന്ന ഭാഗ്യം മുത്തിന്റെ പേരാണ്. തന്റെ റസൂലാണ് സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ്. എന്റെ റസൂലാണ് പൂവിലെ പൂന്തഴകാണ് പൂർണ്ണനിലാവിന്റെ ചേലാണ്. പൂവിലെ പൂന്തഴകാണ് പൂർണ്ണനിലാവിന്റെ ചേലാണ്. പുഞ്ചിരി മണ്ണിൻ പൊലിവാണ് റസൂലാണ് എന്റെ റസൂലാണ്. മടുപ്പ് നേടാത്തൊരു പ്രണയം എന്റെ ഹബീബാണ്. കൊതിച്ചു ചെന്നാൽ പോലത്തെ മോഹം റബ്ബിന്റെ ഉപ്പാണ്. മനസ്സുകളിൽ ഒതിച്ച വാഴും സ്നേഹഗുരുവാണ്. മുത്തറസൂലാണ് എന്റെ മുത്തറസൂലാണ്. സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ്. സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ്
മുത്തിനും മുത്താണ്. അസ്സലാമു അലൈക്കും. അഭിവക്കാസ് അതിന്റെ അടുത്തത് അഭിവക്കാസ്. അസ്സലാമലൈക്കും. നിലാവിനോട് ഹുദാനിധി ഹറം പോൽ നിലാവിനോട് ഹുദാനിധി ഹറം പോൽ ചരത്ത് ത്വാഹായം നൽകുന്നു ചെമ്മാനച്ചിലുള്ള പൂവാജരുന്നു കിനാവ് തന്നില്ല മദീന കണ്ടില്ല കിനാവ് തന്നില്ല മദീന കണ്ടില്ല ഇലാഹി തന്നുള്ള ജീവേ ആമീനബി തന്നിമോനെ മാനത്തെ മലകമാരെ ആനന്ദം കുളിച്ച ജീവേ ഇലാഹിനോട് ഹുദാനിധി ഹറം പോൽ ഇലാഹിനോട് ഹുദാനിധി ഹറം പോൽ. അഭിവക്കാസ് 2ാം ക്ലാസ് ഗാനം. നാഫി 2ാം ക്ലാസ് ഗാനം അതിന്റെ അടുത്തത്. അസ്സലാമലൈക്കും. കൽബിന്റെ ഓരത്ത് കനവിന്റെ തീരത്ത് റസൂലിന്നിരാവുറങ്ങി നല്ല സലാത്തുകൾ മുന്തുന്നി ശീതുകൾ ചെല്ലമഞ്ഞങ്ങി കൈപ്പകലൊരുക്കി സ്നേഹത്തിൽ തേങ്ങവല്ലേ കാരുണ്യ പൂങ്കവല്ലേ ഇരാവിൽ ഞാൻ പാടും പാട്ടിന്റെ ശരല്ലേ ഈ ജന്മം അങ്ങേക്കായി പാടുന്ന തൊഴിലല്ലേ പുണ്യമദീനത്തെ പൂർണ്ണനിലാവല്ലേ പൂർണ്ണ തോൽക്കുന്ന പൂവിരളേ പവിഴം തോൽക്കുന്ന നിധിയല്ലേ പാലയ്ക്ക് നീതിയ കണിയല്ലേ. അസ്സലാമു അലൈക്കും. നാഫി ഗാനം 2ാം ക്ലാസ്. മുസ്തഫ അതിന്റെ അടുത്തത് കാണാം. അസ്സലാമലൈക്കും. അമ്പാവിന്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പാവിന്റെ ഇഷ്ടത എന്റെ ബീബ് അമ്പാവിന്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പാവിന്റെ ഇഷ്ടത എന്റെ ബീബ് അമ്പിളി പോലുള്ള അമ്പാവിന്റെ ഇഷ്ടത എന്റെ ബീബ് തന്നെ തലോടിയതും എന്നിഷ്ടമേകിയതും വെണ്ണില പദം വരച്ച് എന്റെ ബീബ് അമ്പാവിന്റെ അമ്പിളി പോലുള്ള അമ്പാവിന്റെ ഇഷ്ടത എന്റെ ബീബ് വർണ്ണരേഖ ഭാഗിയതും സ്വർണ്ണവില ചെത്തിയതും സ്വർണ്ണമായി കുറിച്ച നാമം എന്റെ ബീബ് അമ്പാവിന്റെ മണം അമ്പിളി പോലുള്ള മണം അമ്പാവിന്റെ ഇഷ്ടതരം എന്റെ ബീബ്. അസ്സലാമു അലൈക്കും. മുസ്തഫ 2ാം ക്ലാസ് ഗാനം അതിന്റെ അടുത്തത് മുഹൈമിൻ 2ാം ക്ലാസ് ഗാനം. അസ്സലാമു അലൈക്കും. മൗത്തുറയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തി ഉറങ്ങും ആ സുപ്രദേശത്ത് മെഹബൂബേ ഏറെ മുഹബത്ത് മുല്ലപ്പൂമണം നാട്ടിലെത്താൻ യോജത്ത് മൗത്തുറയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്തി
നസീബേ ആഗ്രഹം നിറവേറ്റാൻ കഴിയുമെന്ന് റഹീമേ ഈ മനം തേങ്ങുന്ന മദീനത്തേക്ക് ആയിജീന്നാണ് അരുണായനെ യാ മന്നാൻ യാ ഹന്നാൻ ആ തീരം കനവിൽ കാട്ടുക യാ മന്നാൻ യാ ഹന്നാൻ ആ തീരം കനവിൽ കാട്ടുക തുണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്റെ ഉറങ്ങും ആ സുന്ദര ദേശത്ത് മെഹബൂബേ അങ്ങോട്ട് ഏറെ മുഖത്ത് മുല്ലപ്പൂമണം വീശും ഇല്ലത്താൻ രാജത്ത് തുണയുന്നൊരു മുമ്പേ പുണ്യമദീനത്ത് മെഹബൂബന്റെ ഉറങ്ങും ആ സുന്ദര ദേശത്ത്. അസ്സലാമു അലൈക്കും. മുഹൈമിൻ 2ാം ക്ലാസ് ഗാനം. അസ്സലാമലൈക്കും. കടലു താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കാൽനടയായി ഹബീബിലെ എത്തിയോരുണ്ട്. കടലു താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കാൽനടയായി ഹബീബിലെ എത്തിയോരുണ്ട്. കടുത്ത സ്നേഹ ബഹുമാനം തുടിച്ചുകൊണ്ട് കാലിൽ ചെരുപ്പിടാതെ മദീനയിലൂടെ പണ്ട് നടന്നവരുണ്ട്. കടലു താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കാലയായി ഹബീബിലെ എത്തിയോരുണ്ട്. മണലിലൂടെ ചുവട് വെച്ച ഒട്ടകപ്പുറത്തുമായി മലകൾ കയറിയിറങ്ങിയ കാലടിപ്പാടുമായി മണലിലൂടെ ചുവട് വെച്ച ഒട്ടകപ്പുറത്തുമായി മലകൾ കയറിയിറങ്ങിയ കാലടിപ്പാടുമായി മധുരസലാത്തകമ്പടിയോടൊറ്റയായും കൂട്ടമായി മദീനത്തേക്കായിരത്തിനാനൂറോളം കൊല്ലമായി കടലു താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കാൽനടയായി ഹബീബിൽ എത്തിയവരുണ്ട്. മരണം തൊയ്ബയിൽ നടന്നു കിട്ടണമെന്നാശയായി മണ്ണ് ജന്നത്തുൽ ബഖയിൽ കിടക്കുന്ന മോഹമായി മരണം തൊയ്ബയിൽ നടന്നു കിട്ടണമെന്നാശയായി മണ്ണ് ജന്നത്തുൽ ബഖയിൽ കിടക്കുന്ന മോഹമായി മുത്തുനബിയെ നിത്യ സ്വപ്നം കാണുവാൻ മുറാദുമായി മധ്യരെത്ര കോടിയുണ്ട് ഉലകിലെട്ടൊരിക്കലായി കടല് താണ്ടി ചെന്നു റൗള കണ്ടവരുണ്ട്, കാൽനടയായി ഹബീബിലെ എത്തിയോരുണ്ട്. കടല് താണ്ടി ചെന്നു റൗള കണ്ടവരുണ്ട്, കാൽനടയായി ഹബീബിലെ എത്തിയോരുണ്ട്. കടുത്ത സ്നേഹ ബഹുമാനം തുടിച്ചുകൊണ്ട് കാൽ ചെരുപ്പിടാതെ മദീനയിലൂടെ പണ്ട് നടന്നവരുണ്ട്. കടലു താണ്ടി ചെന്ന് റൗള കണ്ടവരുണ്ട്, കാൽനടയായി ഹബീബിലെ എത്തിയോരുണ്ട്. അസ്സലാമു ഹാസിൻ ഗാനം. ഹാസിൻ ഗാനം. അടുത്തത് ഹാസിൻ ഗാനം. അസ്സലാമു അലൈക്കും. മക്കത്തെ സബലുകൾ കിടകിടുത്ത് ശതരവുമാറിന്റെ വാരമെടുത്ത് ഹക്കത്തെ മുഹമ്മദ് ശിരസെടുത്ത് ഇക്കയിൽ കൊണ്ടേര് കൊന്ന് ഗതിച്ച് വളൂരിയെടുത്ത് പുതുവർത്ത് കാണിച്ചിട്ട് ഒന്നായി പുറപ്പെട്ട് കെടുത്തുവാൻ വേണ്ടി അബുദർ തുടങ്ങിയ കുലവും പരടങ്ങിയ വന്നു പറഞ്ഞു കളിയ
അക്കത്തെ മുഹമ്മദെ വധിക്കും വെള്ളം കാച്ചി ചൊറിഞ്ഞു അക്കത്തെ ജബലൊക്കെ കിടുകിടുത്ത് സത്തേര ഉമറിന്റെ വരവെടുത്ത് അക്കത്തെ മുഹമ്മദിന് ശിരസെടുത്ത് കൈ കൊണ്ടുവരും വന്ന് കതിച്ച് ദൂരത്തെ ചില കാണിച്ചിട്ട് പുറപ്പെട്ട് ഇതിന്റെ തെളിയുമ്പോൾ കെടുത്തുവാൻ വേണ്ടി അബുജഹൽ തുടങ്ങിയ കുലവുമരടങ്ങിയ വന്നു പറഞ്ഞു കയ്യത്തെ മുഹമ്മദെ വധിക്കും മുമ്പരത്ത എല്ലാ വാശി ചൊല്ലുന്നു കുഞ്ഞി മുഹമ്മദിനെ വധിക്കാനായി കൂട്ടം കുലകിതും പുറപ്പെട്ടു കുഞ്ഞി മുഹമ്മദിനെ വധിക്കാനായി കൂട്ടം കുലകിതും പുറപ്പെട്ടു പക്കത്തെ ജബലുകൾ കിഴുകിയെടുത്ത് ശതരവുമാറിന്റെ വരമെടുത്ത് അക്കത്തെ മുഹമ്മദ് ശിരസെടുത്ത് കടിച്ച് വാരിയെടുത്ത് നൂർത്ത് ശില കാണിച്ചിട്ട് നാളെ പുറപ്പെട്ട് ഇതിന്റെ തടിതികൾ കെടുത്തുവാൻ വേണ്ടി അസ്സലാമലൈക്കും ആകാശത്തിൽ ഞാനും മുത്തു ആണം ആമ്പലത്തിൽ അമയോ റസൂലുള്ള വൈദൂര്യക്കും മഞ്ജരിയും ഹബീബുള്ള വർണ്ണിക്കാനാവും പകലാൻ ഹബീബുള്ള ആകാശത്തിലെയാണോ ആഴക്കടൽ മുത്തുകളാണോ വൈകൂലത്തിലെ താമര ഓ റസൂലുള്ള വൈദൂര്യക്കുന്നി മഞ്ജരിയും ഹബീബുള്ള വർണ്ണിക്കാനാവും ഇല്ലല്ലോ വർണ്ണനയിൽ പൽക്കൽ ആണോ മൂന്നാം ക്ലാസ് ഷിബിൽ അസ്സലാമു അലൈക്കും തേടിരം മധുദിരം നിവിതങ്ങളൊന്ന് കനവിലെത്തൻ തേങ്ങലൈ ഇരവോദിരം നെവിതിങ്കളെ കണ്ടീരുവാൻ തേടിരം
അടുത്തത് ഇയാസ് 2ാം ക്ലാസ് പ്രസംഗം. അതിന്റെ അടുത്തത് ഷിബിൽ ഗാനം 3ാം ക്ലാസ്. രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകം പഠിക്കാൻ കാരണദൂതനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണല്ലോ ഇന്ന്. അതുകൊണ്ട് തന്നെ നബിയുടെ പോലീസ് നിലനിന്ന ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കടൽ തീരത്ത് കൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് കടൽ തീരത്ത് കൂടെ ഒരു തേളിനെ കണ്ടത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വിട്ടു നടക്കുന്ന ഷാൾ കൊണ്ട് ആ തേളിനെ രക്ഷപ്പെടുത്തി ആ ഷാൾ കൂടെ കയറി നബിയെ കുത്തി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ നീ എന്തിനാണ് ആ തേളിനെ രക്ഷപ്പെടുത്തി? അപ്പൊ നബി പറഞ്ഞു, തേളിന്റെ പണി നോക്കി, ഞാൻ എന്റെ പണി നോക്കി. ആരെന്ത് അപകടത്തിൽപ്പെട്ടാലും അവരെ രക്ഷിക്കുന്നതാണ് എന്റെ കടമ. ആരെന്ത് നന്മ ചെയ്തും അവരെ കുത്തുന്നതാണ് തേളിന്റെ പണി. നമുക്ക് എന്ത് അപകടം പറ്റിയാലും നബിയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുക. നബിയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലുക. നബിയെ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അതുപോലെ 2 ദിവസം കൊണ്ട് അതുവരെ പനി സുഖമില്ലാതായിരുന്നു. അല്ലാഹു എല്ലാ കുട്ടികൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഷാനു 3ാം ക്ലാസ് ഗാനം. ഷാനുവിനെ പാടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു തേന് ലേലം ചെയ്യാനുണ്ട്. അതുപോലെ സാധാരണ ഒരു ക്വിസ് മത്സരം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. മുത്തായ റസൂലിന്റെ മീലാദിന്റെ അന്ന് മോനെ പെൺമനസാകെ ആനന്ദം കൊണ്ട് മനത്തിൽ വിരിമാറി മയത്തിൽ പൊന്തിന് നോക്കി മദീന വിങ്ങി. മുത്തായ റസൂലിന്റെ മീലാദിന്റെ അന്ന് മോനെ പെൺമനസാകെ ആനന്ദം കൊണ്ട് മനത്തിൽ വിരിമാറി ചന്ദ്രനെ കണ്ട് മയത്തിൽ പൊന്തിന് നോക്കി മദീന വിങ്ങി. കുല്ലു ചെറിയ മോൻ പൊരിച്ചു
പ്രാവശ്യം നടത്തിയതുപോലെ ഒരു ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. അതിന് സമയം പിന്നെ ഈ തേൻ ലേലം ചെയ്യുന്നത് വരെയാണ്. സ്ത്രീകൾക്ക് ആളുകൾ കേട്ടോ, മറ്റുള്ളവർക്ക് നമുക്ക് പിന്നാക്കാം. ഇങ്ങനെ ഉറങ്ങി കുത്തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ പേപ്പറും പേനയും തരും. പേന എന്താണ് തിരിച്ചു തരണം, കൊണ്ടുപോകരുത്. പേപ്പറും പിന്നെ എങ്ങനെയാലും തരുമല്ലോ, എങ്ങനെയാലും എഴുതിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ ചോദ്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ഫാത്തിമ ബീവി ഇവിടെ ഖുർആൻ ചോദിച്ചു. ചോദ്യം പറയട്ടോ, ഫാത്തിമ ബീവിയോട് ആ ഗ്രന്ഥം ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി എന്താണ് മറുപടി പറഞ്ഞത്? ഒരാഴ്ത്താണ്, ചെറിയൊരു കഷ്ടമാണ്. നിങ്ങൾ എന്റെ പ്രസംഗം ശ്രദ്ധിച്ചോന്നല്ലേ നോക്കണില്ല, അതല്ലാതെ മേപ്പിട്ട് ഇങ്ങനെ നോക്കി കുത്തിരിക്കണമല്ലേ നോക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ആ ആയത്ത് എന്തായിരുന്നു. അതുപോലെ ഖുർആനങ്ങ് കൊടുത്തപ്പോ പെട്ടെന്ന് ഖുർആൻ മറിക്കലോ കണ്ട ആയത്ത് എന്നാണ്. അപ്പൊ ഫോണിലൊക്കെ ഒന്നും കിട്ടൂല. ഞാൻ ഇവിടെ പ്രസംഗിച്ചാണ്, ഇപ്പൊ പ്രസംഗിച്ച ഈ രണ്ട് ചോദ്യം. അതുപോലെ ഫാത്തിമ ബീവിയുടെ അതോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അളിയന്റെ പേരെന്താണ്? ആ മുസ്ലിമായ അളിയനുണ്ടല്ലോ, ആ അളിയന്റെ പേരെന്താണ്? എത്ര ചോദ്യമായി? 3 ആ അതുപോലെ അവിടെ ചെന്നപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചെന്നപ്പോ ഉണ്ടായിരുന്ന വേറൊരു സ്വഹാബി. ആ സ്വഹാബിയുടെ പേരും എന്താണ് ചോദിച്ചത്? ഖുർആൻ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോ ഇതൊന്ന് പോയിട്ട് വാന്ന് പറഞ്ഞല്ലോ. അതിന്റെ ആയത്ത് ഏതാണ്? ചെറിയൊരു പ്രശ്നമാണ്. അതൊന്ന് കുറച്ചു നല്ലൊരു നോട്ടിക്കാണ് തരുന്നത് കേട്ടോ. എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണേ, കാര്യത്തിലാകണം കേട്ടോ. സമ്മാനം അടിപൊളി സമ്മാനം കൊണ്ടുവച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഒന്നേതാണ് ചോദ്യം. ചെന്നപ്പോ അവിടുന്ന് ചോദിച്ചു, ഖുർആൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ചെയ്തു വാന്ന് പറഞ്ഞു. ആ ആയത്തിന്റെ കഷ്ടം എന്താണ്? ഖുർആൻ കൊടുത്തപ്പോ അങ്ങനൊക്കെ ചെയ്തു വന്നിട്ട് ഖുർആൻ കൊടുത്തപ്പോ ചോദിച്ചു. ഖുർആൻ മറിച്ചു നോക്കിയപ്പോ കണ്ട ആ ആയത്തിന്റെ കഷ്ടം ഏതാണ്? ഒന്ന്. പിന്നെ അളിയന്റെ പേരെന്താണ്? അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ സ്വഹാബിയുടെ പേര് എന്താണ്? 4 ചോദ്യം, 5 ചോദ്യമാണ് ചോദിക്കുന്നത്. ആ പേരന്റെ അർത്ഥത്തിൽ ചെറിയൊരു മനുണ്ട്, അത് എടുത്ത് കളഞ്ഞെങ്കിൽ എഴുതാൻ കഴിയുള്ളൂ. നിങ്ങൾ പിന്നെ പേന നടല്ലാന്ന് വേണ്ട കച്ചറ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിൽ ഇഞ്ഞാത് ബംഗ്ലാന്നൊക്കെ കൊണ്ട പേന, അത് മൂജ എന്ന പേരൊന്നുമല്ല. ആ പേരന്റെ നിപ്പിന്റെ അവിടെ ഒരു ചെറിയൊരു സുനുണ്ട്. ആ സുനെടുത്ത് ഒഴിവാക്കിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് പിന്നെ കുറച്ചെന്നെ ഞാന് ചില വാക്കുകൾ പറയുമ്പോൾ നിങ്ങളൊന്നും കരുതരുത്. ഞങ്ങളെ ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്ക് ഒരു ചെറിയ വിഷയമില്ലാത്തതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വലിയ സംഭവമാക്കി കാണരുത് കേട്ടോ. ഒരു മോന്ത കരുതരുത്. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാന് പച്ച മലയാളത്തിലുള്ള ആളാണ്. ഇഞ്ചി കച്ചി പച്ചി നെച്ചി എന്ന് പറയണ അവിടെ ഉള്ള ആളാണ് ഞാൻ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും വരിക. അപ്പോ നിങ്ങൾ പെട്ടെന്ന് എന്താ അങ്ങനെ പറഞ്ഞു കരുതരുത്. കാസർഗോഡ് ചെന്നിട്ട് പെരിച്ചായി എന്നാണ് വേദനപ്പോൾ ഭയങ്കര കച്ചറായിരുന്നു. അപ്പൊ അവിടെ ഭാര്യമാർക്ക് പറയാൻ പെരിച്ചായി നല്ലത് നിയമകാരിയിലുണ്ടോ.
അപ്പൊ അന്നതുപോലെ വരും ചില സൂക്ഷിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമാണ്, പുറമുണ്ടാവും. 4 ചോദ്യം വന്നത്. 5-ാമത്തെ ചോദ്യം, മൂസാ നബിയുടെ പിതാവിന്റെ പേര്, മൂസാ നബിയുടെ പിതാവിന്റെ പേര് എന്താണ്? ഇങ്ങനെ 5 ചോദ്യത്തിന്റെ ഉത്തരമാണ് എഴുതേണ്ടത്. തേന് ലേലം ചെയ്യാണ്. ഈ തേനിന്റെ ഒരു പ്രത്യേകതയും കൂടി ഇങ്ങോട്ട് പറയണം. ഈ തേൻ അഥവാ ലോകത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമുണ്ട്. ഏതാ ടൈം? സുബഹിയോടടുത്ത സമയം. എന്ത് സുബഹിയോടടുത്ത സമയത്തിന് എത്ര വലിയ പ്രാധാന്യം? റസൂലുള്ളാഹിനെ പ്രസവിച്ചു എന്നുള്ളത് ഒറ്റ കാരണം. ആ സമയത്ത് നടത്തിയ മൗലൂദിന്റെ സദസ്സിൽ വെച്ച തേനാണ് അത്. അതും ശിവൻ തന്നെ ഒരു ഐഡിയ കണ്ടെത്തിയത്. ഇന്നലെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ആ മൗലൂദിന്റെ സദസ്സിൽ വെക്കണട്ടാണ്. അപ്പൊ ആ സദസ്സിലും വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് കാപ്പി, ചുക്ക് കാപ്പി, ഉറങ്ങണീന് അത് നമ്മളെ പൊന്നുക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പൊന്നുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരിലേക്കും എത്തും. അള്ളാഹുവിന്റെ ചെലവൊക്കെ മുമ്പിൽ എടുക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ബറക്കത്ത് നൽകട്ടെ. അതിന് മാത്രമുള്ള ആളൊന്നുമല്ല, എന്നാലും ഈ സദസ്സിനെ കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ ഭാഗ്യമാണ്. തൗഫീഖ് തരില്ലേ? തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. മറ്റേത് എത്ര ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയൂല. അങ്ങനെ ഉണ്ട് എന്നല്ലാതെ കൊടുക്കാൻ കഴിയൂല. അല്ലാഹു തആല ആ പ്രിയ പെണ്ണിക്കയുടെ ഉദ്ദേശങ്ങൾക്ക് അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ഹൗദുൽ കൗസറിന്റെ വെള്ളം ഉത്തമ യഥാർത്ഥ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. തേന് അത്രയും പ്രാധാന്യമുള്ള ഒരു തേനാണ്. മക്കളില്ലാത്തവർ, പിന്നെ ആൺകുട്ടികളില്ലാത്തവർ, പെൺകുട്ടികളില്ലാത്തവർ, വയറിനുള്ളിൽ പ്രയാസമുള്ളവർ, അതുപോലെ ശരീരത്തിന് പ്രയാസമുള്ളവർ. അപ്പൊ നമുക്കിങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ കേൾക്കുമ്പോ തോന്നും, ബസ്സിൽ കൊണ്ടുവരുന്ന ചെറിയ മുട്ടായി ഉണ്ടല്ലോ, അത് അയാൾ പറയലും എല്ലാ രോഗത്തിനും മരുന്ന 10 രൂപ എടുത്താലും അല്ലേ? അയാൾ പറയുന്നുണ്ടോ 10 രൂപ എടുത്താൽ എല്ലാ മരുന്നും ഉണ്ട്. പക്ഷേ അതുപോലെ അല്ലത്. ഇത് പ്രാധാന്യമുണ്ട്. തേനിലേക്ക് പ്രാധാന്യമുണ്ട്. മാത്രമല്ല മൗലൂദിന്റെ സദസ്സിൽ വെച്ചൊരു തേനുമാണ്. ഇതിന് 313 രൂപ. 3-ാമത്തെ ക്വസ്റ്റ്യൻ അതിനിടയിൽ 313 രൂപ ഒരു വട്ടം. 1-ാമത്തെ ചോദ്യം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അവിടുന്ന് ചോദിച്ചു, ആ ഗ്രന്ഥം ചോദിച്ചു. ആ ഗ്രന്ഥം ചോദിച്ചപ്പോ എന്താണ് ഫാത്തിമ ബീവി പറഞ്ഞത്? അങ്ങനെ വൃത്തിയായി വന്നതിന് ശേഷം ഗ്രന്ഥം മറിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണ് കണ്ടത്? ആയത്ത്. അതുപോലെ പിന്നെ ആ വീട്ടിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ പേരെന്ത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അളിയന്റെ പേരെന്ത്? അതുപോലെ വേറെ ചോദ്യങ്ങൾ പറഞ്ഞല്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിന്റെ പേര് 400 രൂപ. അൽഹംദുലില്ലാഹ് 400 രൂപ. അൽഹംദുലില്ലാഹ് പല പഠിച്ചിട്ടുണ്ട്. മറുപടി അൽഹംദുലില്ലാഹ് 400 ഒരു വട്ടം 400 രൂപ. 500 രൂപ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 500. ഇത് കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങൾക്ക് ശമനം കിട്ടും. ഇത് തമാശ വേണ്ട. 500 600. അൽഹംദുലില്ലാഹ് നമ്മുടെ ചെറിയ ഉസ്താദ് 600 രൂപ. ഉസ്താദിനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ, എന്നെ പിടിക്കരുത്, എനിക്ക് കുറച്ചടച്ചെങ്കിലും തലവേദന ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കരുതും, ഞാൻ പെണ്ണ് എണീച്ചു പോയപ്പോ ഈ ചെറുത്താതിനല്ലേ ഏൽപ്പിക്കേണ്ടത്? എന്തിപ്പോ ശിവന് അങ്ങനെയൊക്കെ ചിന്തിക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെ തന്നെയാണല്ലേ എന്റെ അസിസ്റ്റന്റിനെയാണല്ലോ ഞാൻ ഏൽപ്പിക്കേണ്ടത്. പക്ഷെ അത് ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയ്യോ ചർച്ചകളിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്, ഓനെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ചോദ്യം ഇങ്ങനെ മനസ്സിൽ വരുന്നതിന് ഞാൻ തന്നെ മറുപടി വന്നാൽ പിന്നെ ആ പ്രശ്നമല്ലല്ലോ വെച്ചിട്ടാണ് എല്ലാവരുടെയും സംശയം കൊണ്ടുതന്നെയാണ് തീർക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് മൂപ്പര് ഉസ്താദ് വിളിച്ചത് 600 രൂപ. ഉസ്താദിനെ കൊണ്ടുപോകാൻ നമ്മൾ വിട്ടുകൊടുക്കരുതില്ല. 600 രൂപ. 700 രൂപ. അൽഹംദുലില്ലാഹ് 700. 700 രൂപ നമ്മൾ ഈ തേനിൽ കാണുന്നു. ഈ തേനിനല്ല ഇതിന്റെ പ്രാധാന്യം.
ഒരൊറ്റ മണിക്കൂർ ഇരുന്നങ്ങോട്ട് ഓതിയ മൗലൂദിന്റെ സദസ്സാണ്. 4 മണി മുതൽ 5 മണി വരെ മൗലൂദ് ഓതി. ബാങ്ക് കൊടുത്തതിന് ശേഷം യാസീൻ ഓതി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ 1.25 മണിക്കൂറോളം ഇതിനു വേണ്ടി കെട്ടി വന്നിട്ടുണ്ട്. 700 രൂപ 1000 രൂപ സ്വലാവാതി وهو خير الأنام بدر تمامي. പടച്ചുറപ്പ് ഇത് പിടിച്ചു കൊണ്ടുപോകുന്ന അവരുടെ രോഗം പരിപൂർണമായിട്ട് ശിബിയാക്കി കൊടുക്കുമാറാകട്ടെ. സാഹചര്യല്ലേ സാഹചര്യം പോയോ? ആ സാഹചര്യം ശ്രദ്ധിക്കട്ടെ. നമ്മുടെ ലൈവില് ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടോ നോക്കി. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവരും ഒരു തുണിയിൽ നിൽക്കാണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിൽക്കാൻ പറ്റാത്തൊരു ചാൻസ് ആയിരുന്നു. ആരും ഇവിടെയൊക്കെ നടന്നതുകൊണ്ട്. അപ്പൊ അതൊന്നും നോക്കില്ല. 1000 രൂപ ഒരു വട്ടം 1000 രൂപ 1000 ലഭിച്ച് 1000 ലഭിച്ച് അല്ലേ? 1000 രൂപ ഒരു വട്ടം 1000 രൂപ. അത് ഇവിടുന്ന് വിളിച്ച് അല്ലേ? അതാ ആർക്കും മൂപ്പരനേരം കഴിഞ്ഞ സ്വരാത്തിന് ഭക്ഷണം നൽകിയാണ് വറക്കം ചെയ്യട്ടെ. ആർക്കും നേരം വഹിച്ചിട്ട് നമ്മൾ കൊല്ലത്തിൽ എടുക്കട്ടെ കൂടുതൽ മഴയില്ല. അത് വീട്ടിൽ നടക്കാനല്ലേ പറ്റുമോ? ഒരു വട്ടം 1000 രൂപ 1000 രൂപ 1000 രൂപ 1000 രൂപ 1000 രൂപ. അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കട്ടെ. എന്ത് ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഇത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾക്ക് നല്ല ബുദ്ധിയും തന്റേടവും എല്ലാ വിഷയത്തിലും അല്ലാഹു നൽകി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം 2 വട്ടം 3 വട്ടം ചെറിയതൊന്നും കൂടി പിടിച്ച തോന്നണം അതിന് ദേഷ്യം പിടിച്ചിട്ടോ ഒക്കെ നല്ല മനസ്സിൽ ഒന്ന് അയഞ്ഞിരുന്ന് നടക്കും. ഒന്ന് അയഞ്ഞിരുന്ന് നോക്കണം. മനസ്സൊക്കെ ഒന്ന് അയച്ചോട്ടെ. വിളിക്കുന്നുണ്ട്. കോഴിമുട്ട നാടൻ കോഴിമുട്ട മൈലമിക്ക് കൊണ്ടുവന്നുണ്ട്. അത് വിളിക്കാണ്ട് 100 രൂപ. അൽഹംദുലില്ലാ 100 രൂപ. നോക്കിങ്ങൾ നല്ല ഈത്തപ്പഴാണോ? ഓ നല്ല ഈത്തപ്പഴം 100 രൂപ. ഇത് ഭക്ഷിക്കുന്നവർക്ക് നല്ല സ്വർഗീയ ഭക്ഷണം അല്ലാഹു ഭക്ഷിപ്പിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അന്ന് നൽകാതിരിക്കട്ടെ. വയറിന്റെ ഉള്ളിൽ വല്ല ക്യാൻസറിന്റെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ പടച്ച റബ്ബ് ശരിയാക്കി കൊടുക്കട്ടെ. 110 രൂപ ഒരു വട്ടം എത്ര? 150 രൂപ. അൽഹംദുലില്ലാ എല്ലാ രോഗം അല്ലാഹു ശരിയാക്കി തരട്ടെ. 150 രൂപ 150 രൂപ. നിങ്ങൾ മുൻചോദിക്ക പറയുന്നൊക്കെ നിങ്ങൾ ചെറുതായിട്ട് പറയുമ്പോൾ പോലെ പറഞ്ഞോളൂ. 150 രൂപ ഒരു വട്ടം 150 രൂപ. ഇതിന്റെ വില ഇല്ല. 200 രൂപ. അൽഹംദുലില്ലാ നമ്മുടെ വീരാക്കാനെ കുറിച്ച് അൽഹംദുലില്ലാ. അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യം നിലനിർത്തട്ടെ. ആഫിയത്തുള്ള ആരോഗ്യം നിലനിർത്തട്ടെ. ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു നിലനിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് 200 രൂപ. 200 ഒരു 313 രൂപ നമുക്ക് എത്തിയ ആളുകൾ ആരെങ്കിലും ഉണ്ടതിന് ഒരു 313 രൂപ ഈ ഈത്തപ്പഴത്തിന് തരാൻ കഴിയുള്ളൂ. ഈ സദസ്സിനാണ്. അൽഹംദുലില്ലാ
അൽഹംദുലില്ലാഹ്. നമ്മുടെ മുച്ചുവിനാണ് 313 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മക്കൾക്ക് റാഹത്തും സന്തോഷവും നൽകട്ടെ. 2 ദിവസം കൊണ്ട് പഠിച്ച പാട്ടാണ് ആ ചെറിയ കുട്ടികളെ പാടിയത്. അതുവരെ സുഖം ഉണ്ടായില്ല. ഇന്ന് വന്ന നാളെ വരില്ല. കാരണം എന്താ? പനി, ജലദോഷം, കഫം കെട്ട് പ്രയാസങ്ങളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ, ശിഫ നൽകട്ടെ. നമ്മളെ പള്ളിയുടെ പേരെന്താ? എന്താ പേര്? എന്താ പേര്? എന്താ പേര്? മുഹീദ്ദീൻ ശൈഖിന്റെ പേരെ പള്ളി കിട്ടുന്നത്. ഇവിടെ കളിച്ച കളി ഇല്ലാത്ത കളിയില്ല. ആ കളി അല്ലാഹു തആല വിജയിപ്പിക്കും. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു റാഹത്തും സന്തോഷവും നൽകട്ടെ. ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. മക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഭാര്യയിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3 ഘട്ടം അല്ലാഹു പേപ്പർ തരാണ്ടെങ്കിൽ വേഗം ഇപ്പൊ തന്നെങ്കിലും സ്വീകരിച്ചു തന്ന സ്വീകരിച്ചുണ്ടോ? ഇപ്പൊ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സ്വീകരിക്കുക. അടുത്തത് കാര്യം ഫഹദ് 3ാം ക്ലാസ് ഗാനം. അതിന്റെ അടുത്തത് ഇർഫാൻ 3ാം ക്ലാസ് ഗാനം. അതിന്റെ അടുത്തത് മുഹൈമിൻ പ്രസംഗം. അസ്സലാമു അലൈക്കും. ആറ്റലായ റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ. ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. ഹസനുണ്ടൊരുത്തി ഭാര്യയായി ജഹദായി എന്നാണവൾ കൂബി. ശത്രുപക്ഷത്താൽ നിന്നവൾ വഞ്ചനയായി പിറന്നവൾ. ആറ്റലായ റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ. ആരാരും വാഴ്ത്തും സോദരർ. ആരംഭത്തിൽ ഹസൻ ഹുസൈൻ ഏട്ടന്മാരീച്ച നോവിനെ ഏറ്റി നടന്നു ഹുസൈൻ. ഏറ്റവും പ്രിയൻ മുഹാബിയായി മൗതായതും ആരിഞ്ഞു ഹുസൈൻ. അല്ല മുഹാബിയ മകൻ നീജനിൽ സീത് വന്നിടും. നാട്ടിൻ ഖലീഫയായി നീ ദുഷ്ടയസീത് വായിടും. ആറ്റലായ റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ. ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. ആറ്റലായ റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ. ആരാരും വാഴ്ത്തും സോദരർ. ആരംഭപ്പേർ ഹസൻ ഹുസൈൻ. അസ്സലാമു അലൈക്കും. ഇർഫാൻ 3ാം ക്ലാസ് ഗാനം. അതിന്റെ അടുത്തത് ഇയാസ് മുഹൈമിൻ പ്രസംഗം. അസ്സലാമു അലൈക്കും. മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ കൊത്ത മുഹമ്മദിൻ നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ സത്യമുഹമ്മദ് നിച്ചൊരു നടിയിലെ മുന്തിരിയായില്ല. നിത്യസലാമത്തോടും പൊരിയിലെ പെൺകിളിയായില്ല. വീരപരശുതകളെ കയ്യിലെ വാൾമുനയായില്ല. ശൂര്യനായൊരു വലിയാർത്ഥങ്ങളെ വീര്യം കിട്ടിയില്ല. ആശിച്ചുപോയി ഞാൻ അറഹുറാഹിമേ. ആശിച്ചുപോയി
ഭാഗ്യം കിട്ടിയില്ല. ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ, ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹഖത്ത മുഹമ്മദിൻ നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ. അസ്സലാമലൈക്കും. മൊഹൈമിൻ പ്രസംഗം, അതിൻ്റെ അടുത്തത് യാസീൻ ഗാനം. ഇടയ്ക്ക് വലിയ പാട്ടുകൂടി ഉണ്ടാവുമ്പോ വലിയ അർത്ഥം ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പല പ്രസംഗങ്ങളും കേട്ട് പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുകയാണല്ലോ നമ്മൾ. ഒരു മതനേതാവിനെ പറ്റി ഇത്രയധികം പറയാനിരിക്കുന്നെന്നാണ് നമ്മുടെ ചിന്ത. ഉണ്ട്, കേവലം ഒരു മതനേതാവ് മാത്രമാണോ? അല്ലേ അല്ല. മുത്തുനബിയുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ നമുക്കാവില്ല. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരുന്നു നബി. ആ ജീവിതം ഒരു തുറന്ന പുസ്തകം. ഇന്നും മറ്റൊരാൾക്ക് വായിച്ചു കൊള്ളാൻ കഴിയുന്ന മനോഹരമായ പുസ്തകം. അതിലെ ഓരോ വരിയും നേരം കൊണ്ട് കോരിത്തരിച്ചു പോകും. അപ്പോൾ നമ്മൾ പറയും, അന്ത ഉമ്മുൻ അം അബുൻ മാറ ഐന ഫി ഇമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഹൈറൻ നബി. അത് നബിയെ, അങ്ങനെ നമ്മൾക്ക് ഉമ്മയാണ്, അല്ല ഉപ്പയുമാണ്. അങ്ങേ പോലെ ഗുണം ചെയ്ത ഒരാളെ ഞങ്ങൾ കണ്ടില്ല നബിയെ. അതുകൊണ്ടാണ് ലോകമെന്നും അങ്ങേ വാഴ്ത്തി പാടുന്നത്. തിരുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ വിജ്ഞാനികളെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കാലം കഴിഞ്ഞതിന് ശേഷം ഷിബിൽ 3ാം ക്ലാസ്